ഹായ് ഫ്രണ്ട്സ്, ശിവദ ടാരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. എല്ലാവരും സുഖമായി സന്തോഷമായൊക്കെ ഇരിക്കുന്നു വിചാരിക്കുന്നു. നെഗറ്റീവായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് എടുക്കാതിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക. ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ റെസനേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾ ഒരുപാട് വേദന അനുഭവിക്കുന്ന വ്യക്തികളാണ്. ആ വേദന നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരുമ്പോൾ നിങ്ങളുടെ നന്മയ്ക്കാണോ ഇപ്പോൾ ഇതുവരെ അനുഭവിക്കുന്ന വേദന എന്ന് നോക്കാം. അപ്പം നിങ്ങൾ അനുഭവിക്കുന്ന വേദന അത് നന്മയ്ക്കുള്ള അപ്പോൾ നന്നായിട്ട് മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കാം. ഇവിടെ ഓവറോൾ എനർജി വന്നത് ഒരു നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജി അറിയുമ്പോൾ എല്ലാ വേദനയും മറികടന്ന് അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് ചിങ്ങ രാശിക്കാരുടെ എനർജിയാണ്. ഇവിടെ വന്നിട്ടുള്ള സോഡിയക് സൈൻസ് പറഞ്ഞാൽ ഏരിയസ്, അക്വേറിയസ്, എർത്ത് എനർജി, കാപ്രിക്കോൺ ഫയർ എനർജി, ശനിയുടെ എനർജി ഉണ്ട്. പിന്നെ അപ്പോൾ എർത്ത് എനർജി ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഫയർ എനർജി ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, കുംഭം, ഇടവം, കന്നി, മകരം, ചിങ്ങം, ധനു, ശനിയുടെ എനർജി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വേദന അത് നല്ലതിനാണോ അത് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ടാണോ വരാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഇത് നോക്കുമ്പോൾ ഒന്നും കൂടെ ഇത് ക്ലാരിഫൈ ചെയ്തെടുക്കുക. എന്നിട്ട് റീഡ് ചെയ്യുക. ആദ്യം തന്നെ റീഡ് ചെയ്യുമ്പോൾ അത് ഇവിടെ നോക്കിയാൽ തന്നെ കാണുന്നത് ഒരുപാട് പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്നു. ജീവിതം മുഴുവൻ പ്രശ്നങ്ങൾ, മൊത്തം പ്രശ്നം. അപ്പോൾ ഒരു സ്ഥലത്തും നിൽക്കാൻ സൗകര്യം, സ്വസ്ഥതയും ഇല്ലാത്തൊരു, സമാധാനം ഇല്ലാത്തൊരു ജീവിതം. ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും പ്രശ്നങ്ങളാണ്. അത് ജോലി സ്ഥലത്തായാലും വീട്ടിലായാലും ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലൊക്കെ വെറുതെ വഴക്കിടേണ്ട ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ ഹൃദയം വേദനിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഈ പ്രശ്നം കാരണം ഹൃദയം വേദനിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യത്തിനായിരിക്കും പ്രശ്നം ഉണ്ടാകുക. ചിലപ്പോൾ ജോലി സ്ഥലത്ത് അത് ഈ ചിലപ്പോൾ അത് പ്രമോഷനോ കാര്യങ്ങളോ കിട്ടരുത് എന്ന് വിചാരിച്ച് മറ്റുള്ളവർ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ അത് മുന്നോട്ട് ഒരു സ്നേഹപൂർവ്വം മുന്നോട്ട് പോയ നല്ലൊരു ജീവിതം ഉണ്ടായത് ഫാമിലിയിലാണെങ്കിലും അപ്പോൾ മറ്റുള്ളവർക്ക് താല്പര്യമില്ലാതെ ഒരു പിന്നെ വീട്ടുകാർക്ക് താല്പര്യമില്ല കുറവുള്ള ചിലപ്പോൾ റിലേഷൻഷിപ്പ് മാരേജ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ മാറി എല്ലാ നെഗറ്റീവായ സാഹചര്യങ്ങളിൽ നിന്നും മാറി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അതിശക്തമായി തന്നെ അതിൽ നിന്ന് മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നു. എല്ലാം മനക്കരുത്തും ഉപയോഗിച്ച് അതിൽ നിന്ന് ചാരിയറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്ന് അതിശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. എല്ലാ നെഗറ്റീവായ സാഹചര്യങ്ങളും പോസിറ്റീവായ ഒരു സാഹചര്യത്തിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ജീവിതത്തിൽ പല നെഗറ്റീവായ സാഹചര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്നൊക്കെ സ്വയം മാറാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കാൻ അവർ ഈ കഴിവ് ഈ പവറിലേക്ക് വരാനാണ് പറയുന്നത്. നിങ്ങൾ ഒന്നുമില്ലാതെ ഇരുന്നാൽ, ഈ കരഞ്ഞിങ്ങനെ ദുഃഖിച്ചും ഇരുന്നാൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് അത് തടസ്സം സൃഷ്ടിക്കും. ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവർ നിങ്ങളുടെ പ്രശ്നത്തിന് വരുന്നത്, ഈ ദുഃഖിച്ചിരിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഈ ദുഃഖത്തിൽ നിന്ന് മാറി മുന്നോട്ട് പോയെങ്കിലേ നിങ്ങൾ ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതിന് നിങ്ങൾ നല്ല ഊർജ്ജസ്വലതയോടെ നന്നായിട്ട് പല കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണ് പറയുക. അത് ഒരു ഉറച്ച തീരുമാനം, ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ഒരു ഉറച്ച തീരുമാനം എടുക്കാനാണ് നിങ്ങളോട് പറയുന്നത്. ഈ ഉറച്ച തീരുമാനം എടുക്കാനാണ് പറയുന്നത്. അത് എടുത്താലേ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി അതിശക്തമായി തന്നെ പോരാടാനാണ് പറയുന്നത്. നിങ്ങളോട് ഈ സാഹചര്യത്തിൽ മാറണമെങ്കിൽ അതിശക്തമായി തന്നെ നിങ്ങൾ പോരാടണം. ഇങ്ങനെ ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ ഈ ദുഃഖത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന വേദന, വിഷമം
അത് മാത്രം ചിന്തിച്ചിരുന്നാൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതം സാധ്യമാവുകയില്ല. അപ്പോൾ ആ ദുഃഖം മറന്ന് മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത്. അതിശക്തമായി തന്നെ ഒരു നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജി. അപ്പോൾ ഈ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും അതിശക്തമായി തന്നെ മുന്നോട്ട് പോകണം. ഈ തടസ്സങ്ങളൊക്കെ മാറ്റി അതിശക്തമായി മുന്നോട്ട് പോകണം. അങ്ങനെ പോയാൽ നിങ്ങളിലേക്ക് ഒരു പുതിയ തുടക്കം ഉണ്ടാകും. ആ തുടക്കം നല്ലതിനായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളിലേക്ക് പല നല്ല തുടക്കങ്ങൾ ഉണ്ടാകും. ഒരു പല ജീവിത സാഹചര്യങ്ങളും മാറി മറിയും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെ മനസ്സിലാക്കാത്ത ചിലപ്പോൾ ഹസ്ബൻഡ് ആയിരിക്കും, ചിലപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ഈ ഫാമിലി ആയിരിക്കും. അപ്പോൾ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റാത്ത വ്യക്തികളായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്താണ് പ്രശ്നങ്ങൾ, എന്തുകൊണ്ടാണ് പ്രശ്നം വരുന്നതെന്ന് സ്വയം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത്, നിങ്ങളൊരു ഫൂളായിക്കൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ സ്വയം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയുന്നത് ഇതുവരെ ഉള്ള പ്രശ്നത്തിൽ നിന്ന് മാറി നിങ്ങൾ മുന്നോട്ടേക്ക് പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ജീവിതത്തിലേക്കൊരു വിജയം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ, പ്രശ്നങ്ങൾ, ജീവിതത്തിൽ എന്തൊക്കെ നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടോ ആ പ്രശ്നങ്ങളിൽ നിന്ന് സ്വയം മാറാൻ ശ്രമിക്കുക. സ്വയം മാറി ഇതുവരെ ഉണ്ടായതൊക്കെ പ്രശ്നങ്ങൾ മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ, ഒരു സീറോയിൽ നിന്ന് തന്നെ തുടങ്ങാനാണ് പറയുന്നത്. അപ്പം എല്ലാം മറക്കാൻ, എല്ലാം ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. മനസ്സിലുള്ള വേദനകളും വിഷമങ്ങളും ഒഴിവാക്കി മുന്നോട്ടേക്കുള്ള ജീവിതത്തിന് വേണ്ടി ശ്രമിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഈ വെറുതെ ഇങ്ങനെ കരഞ്ഞും വേദനിച്ചും ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഇങ്ങനെ ഇരുന്നാൽ ഈ മറ്റുള്ളവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിശക്തമായി തന്നെ പോരാടാനുള്ളൊരു കഴിവ് വേണം, അതിന് മനക്കരുത്ത് വേണം. മനക്കരുത്തോടെ നിങ്ങളോട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. എത്രത്തോളം നിങ്ങളിൽ ഉള്ളിലുള്ള കഴിവ് എത്രത്തോളം ഉണ്ടോ ആ കഴിവെടുത്ത് മുന്നോട്ടേക്ക് ആഞ്ഞു പോകാൻ ശ്രമിക്കുക. അതിനുവേണ്ടി ഒരു ഉറച്ച തീരുമാനം നിങ്ങളോട് എടുക്കാനാണ് പറയുക. ആ തീരുമാനം ഒരു നല്ലതിലേക്ക് ആക്കി എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ചാൽ നിങ്ങളിലേക്ക് ഒരു ഗ്രോത്ത് തന്നെയാണ് വരുന്നത്. എല്ലാ തടസ്സങ്ങളും, മുന്നിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ആരൊക്കെ നിങ്ങളെതിരായി നിൽക്കുന്നുണ്ടോ, ചിലപ്പോൾ അത് ഓഫീസിലായിരിക്കും. ഓഫീസിൽ നിങ്ങൾ ചിലപ്പോൾ നല്ല ഒരു പ്രൊമോഷൻ കിട്ടേണ്ട സാഹചര്യത്തിൽ അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളുണ്ടാവും. ചിലപ്പോൾ ഒരു ജോലിക്ക് ശ്രമിച്ചിട്ട് അതിന് തടസ്സം സൃഷ്ടിക്കുന്ന വ്യക്തികളുണ്ടാകും. അല്ലെങ്കിൽ ഒരു വീട്ടിലാണെങ്കിൽ ആ ഒരു മുന്നോട്ടുള്ള സ്നേഹപൂർണ്ണമായൊരു ജീവിതം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കാത്ത വ്യക്തികളുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് അതിശക്തമായി തന്നെ നിങ്ങളോട് പോരാടാനാണ് പറയുക. അതിശക്തമായി മുന്നിലുള്ള തടസ്സങ്ങൾ വെട്ടിമാറ്റി അതിശക്തമായി തന്നെ പോരാടി നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളിലേക്ക് പല കാര്യങ്ങളും വരും. അത് നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്, ചിലപ്പോൾ അത് സാമ്പത്തികത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും. ചിലപ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ആ കാര്യം സാധിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവും. ചിലപ്പോൾ അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായിരിക്കും, ചിലപ്പോൾ അത് ഒരു ഫാമിലി ഇഷ്യൂസ് ആയിരിക്കും. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ മുന്നിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ട്, ആരാണ് നിങ്ങൾക്കെതിരെ സത്യസന്ധമായ രീതിയിൽ ആരാണോ നിങ്ങൾക്ക് എതിരായി നിൽക്കുന്നത് അത് നിങ്ങളുടെ ഭാഗത്ത് ശരിയാണെന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പ് വരുത്തി നിങ്ങളുടെ ഒരു നല്ല ജീവിതത്തിന് വേണ്ടിയിട്ട് ആ മുന്നിലുള്ള എന്ത് തടസ്സമാണോ വരുന്നത് അത് നമ്മുടെ ജീവിതം നന്നാക്കി കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ പേടിച്ചും ഭയപ്പെട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവിടെ തന്നെ അതും നോക്കി നിന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റുക. ഒരു കാരണമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ടാവും. ഒരു കാരണമില്ലാതെ പ്രശ്നങ്ങൾ, അതെന്താ, ഈ നിങ്ങളുടെ ഈ ഉയർച്ച കാണുന്നത് ഇഷ്ടപ്പെടാത്ത വ്യക്തികളുണ്ടാവും, മുന്നോട്ടുള്ള ജീവിതത്തെ ഇഷ്ടപ്പെടാത്ത വ്യക്തികളുണ്ടാവും. ആ വ്യക്തികളാണ് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ അതിശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. കാര്യത്തിൻ്റെ തുടക്കം. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിച്ച് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. നിങ്ങൾ മനസ്സിൽ എന്താ തോന്നുന്നത്, നിങ്ങൾ മനസ്സിൽ ശരിയായ തീരുമാനമെടുത്ത് അത് മുന്നോട്ട് ആ ശരിയായ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോവുക. ഹൃദയം പറയുന്നത് കേൾക്കുക. എന്ത് കാര്യമുണ്ടെങ്കിലും യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് അഭിവൃദ്ധി വരുന്നു എന്നാണ്. നിങ്ങൾ എടുക്കുന്ന തീരുമാനം അത് സത്യസന്ധവും നല്ലതുമായാൽ നിങ്ങളിലേക്ക് അഭിവൃദ്ധി തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ ഈ കാർഡ്സിൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ്, നിങ്ങൾ അത്രയും ഒരുപാട് വേദനിക്കുന്ന വ്യക്തികളാണ്, നന്നായിട്ട് വേദന അനുഭവിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലാണ് നിങ്ങൾ ചെന്ന് ചാടുന്നത്.
അപ്പോൾ അതിൽ നിന്നും നിങ്ങൾ സ്വയം മാറാനാണ് നിങ്ങളുടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ വേദനയിൽ നിന്ന് നിങ്ങൾ സ്വയം മാറി ആ മുന്നിലുള്ള എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ അതിൽ നിന്ന് മാറി ആ തടസ്സങ്ങൾ വെട്ടിമാറ്റി ഒരു ഉറച്ച തീരുമാനം എടുക്കാനാണ് പറയുന്നത്. ആ ഉറച്ച തീരുമാനം ശക്തവും സത്യസന്ധവുമായ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ടേ പോയി നിങ്ങളിലേക്ക് ഒരു പുതിയ തുടക്കം ഉണ്ടാകും, ഒരു ഗ്രോത്ത് ഉണ്ടാകും എന്നാണ് കാണുന്നത്. നിങ്ങളിലേക്ക് പല നെഗറ്റീവായ സാഹചര്യങ്ങളും വന്ന് ചേരുന്ന ഒരു സമയം കൂടിയായിട്ടാണ്. പല നെഗറ്റീവായ സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് വന്ന് ചേരും. ചിലപ്പോൾ അത് ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി പല അഡിഷനിലും പെടാൻ സാധ്യത. അതായത് ഓരോ ജീവിത സാഹചര്യത്തിനനുസരിച്ചിട്ട് എടുക്കുക, പല അഡിഷനിലും പെടാൻ സാധ്യത. അത് ചിലപ്പോൾ അത് ബ്ലാക്ക് മാജിക് മൂലം സംഭവിക്കുന്ന ആകാനാണ് ഇവിടെ സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പല നിങ്ങളിൽ നിന്ന് ആ വ്യക്തി, ഏത് വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന സാഹചര്യം, നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ആഗ്രഹിക്കുന്നത് ആ സാഹചര്യം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം മൂലമാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പല ബ്ലാക്ക് മാജിക്കും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നതിന് ശക്തമായി എതിർക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത്തരം നെഗറ്റീവായ സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടത്. ഇത്തരം നെഗറ്റീവായ ഈ സാഹചര്യം ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടത്. ആ നഷ്ടപ്പെട്ട കാര്യം ഓർത്ത് ദുഃഖിക്കേണ്ടി വരുന്നു. നഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ചിലർക്ക് അത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ജോലിയാകാൻ ഇഷ്ടപ്പെട്ട കാര്യം നഷ്ടപ്പെട്ടു, അത് ജോലിയാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇഷ്ടപ്പെട്ട വ്യക്തികളാകാൻ സാധ്യതയുണ്ട്, ഫാമിലി ആകാൻ സാധ്യത, ചിലപ്പോൾ ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ എവിടെയോ കരഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥ, ആ സാഹചര്യം വന്ന് പെട്ടിട്ടുണ്ട്. അപ്പോൾ സെപ്പറേഷനിലൊക്കെ നിൽക്കേണ്ട ഒരു അവസ്ഥ വരെ വന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് ഇത്തരം ഈ നെഗറ്റീവായ സാഹചര്യങ്ങളുടെ ഒരു സാന്നിധ്യം മൂലമാണ് ഈ പല അഡിഷൻസിലും നിങ്ങൾ പെട്ടിട്ടുള്ള. ചിലപ്പോൾ ഏതേ സാഹചര്യം നിങ്ങളിൽ വന്ന് നിങ്ങൾ നെഗറ്റീവായ സാഹചര്യം നിങ്ങളിൽ വന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ദുഃഖിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ഇതിൽ നിന്നെല്ലാം മാറി നിങ്ങളോട് പോകാനാണ് പറയുക. ഇപ്പോൾ ഉള്ള ഈ സാഹചര്യം നിങ്ങൾ സ്വയം മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. ഒരു ജഡ്ജ്മെൻറ്റ്, ഇപ്പോൾ ഉള്ള സാഹചര്യത്തിന് ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾ സ്വയം കണ്ടുപിടിക്കണം. നിങ്ങൾ സ്വയം കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കും. നിങ്ങളിപ്പോൾ ഈ വേദനയും വിഷമവും ദുഃഖങ്ങളും വേറെ നഷ്ടപ്പെട്ട കാര്യം ആലോചിച്ച് ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, എല്ലാ നെഗറ്റീവായ സാഹചര്യത്തിൽ നിന്ന്, എല്ലാ നെഗറ്റീവായ എനർജിയിൽ നിന്ന് എനിക്ക് സ്വയം മാറണം എന്ന് സ്വയം ചിന്തിക്കുക. അപ്പോൾ ഈ നെഗറ്റീവായ സാഹചര്യത്തിൽ പെട്ട് ഇങ്ങനെ ഈ ആരില്ലാത്ത സ്ഥലത്ത് പോയിട്ടൊക്കെ ഇരുന്ന് കരഞ്ഞിട്ടും ദുഃഖിച്ചിട്ടും വേദനിച്ചിട്ടും കരഞ്ഞ് കിടന്നിട്ടും ഒന്നും ഒരു കാര്യവുമില്ല. അപ്പോൾ നിങ്ങൾ സ്വയം മനസ്സിലാക്കണം, എനിക്ക് എന്താണ് നഷ്ടപ്പെട്ടത്, ആ നഷ്ടപ്പെട്ട കാര്യം എന്നിലേക്ക് തന്നെ തിരിച്ചു വരണം. അതിനു വേണ്ടി ഞാൻ തന്നെ ശ്രമിച്ചെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ജഡ്ജ്മെൻറ്റ് നിങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കണം. എന്നെങ്കിലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉയരങ്ങളിൽ നിന്നില്ല. ചിലപ്പോൾ അത് റിലേഷൻഷിപ്പായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡായിരിക്കും നിങ്ങളിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, നിങ്ങൾ അവരിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന, അവരുടെ കൂടെ ജീവിക്കുന്ന റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം, ചിലപ്പോൾ ജോലി സംബന്ധമായ കാര്യമായിരിക്കാം. ഏത് രീതിയിലായാലും നിങ്ങളിലേക്ക് എത്താൻ താമസം വരുന്നത് ഇത്തരം നെഗറ്റീവായ ഒരു എനർജി നിങ്ങളുടെ കൂടെ തന്നെ പിടിവിടാതെ ഉണ്ട്. അത് ചിലപ്പം വ്യക്തികളാകാം, സാഹചര്യങ്ങളാകാം, എന്തും ആകാം. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് സ്വയം മാറിപ്പോകാൻ ശ്രമിക്കുക. ഇത്തരം സാഹചര്യങ്ങളിൽ സ്വയം മാറിപ്പോയാൽ നിങ്ങളിലേക്ക് ഒരു ഉയർച്ച തന്നെയാണ് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഒരു ഫുൾഫിൽമെൻറ്റ് വരാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷകരമായൊരു ജീവിതത്തിൽ, അത് ചിലപ്പം വിദേശത്ത് വരെ പോകാനുള്ള ഒരു സാഹചര്യം അവസരം ഉള്ളതായിട്ടാണ് കാണുന്നത്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരുന്നു. അതിന് ഈ സാഹചര്യം ചിലപ്പോൾ വിദേശത്ത് ജോലി, വിദേശത്ത് താമസിക്കാനുള്ള അവസരം എല്ലാം കാണുന്നുണ്ട്. അതിനുള്ള ഒരു തയ്യാറെടുപ്പിലേക്കൊക്കെ നിങ്ങളോട് കടക്കാനാണ് പറയുന്നത്. നിങ്ങളിങ്ങനെ വേദനയായും ദുഃഖിച്ചു ഇരുന്നിട്ടൊരു കാര്യമില്ല.
മുന്നിൽ ഈ മനഃപൂർവ്വം നിങ്ങളെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തികളുണ്ട്. ആ സാഹചര്യത്തിൽ നിന്ന് സ്വയം മാറിപ്പോകാൻ ശ്രമിക്കുക. സ്വയം മാറുക. ഇത്തരം നെഗറ്റീവായ സാഹചര്യം സ്വയം മാറിപ്പോകുക. അത് മാത്രം ആ നെഗറ്റീവായ സാഹചര്യം അത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ആ വ്യക്തികൾ അത് മനസ്സിലാക്കുമ്പോൾ അവർ വീണ്ടും ആ ഒരു പ്രവൃത്തി തന്നെ ചെയ്യുള്ളൂ. അപ്പോൾ ഇതൊന്നും അല്ല എൻ്റെ ജീവിതം എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കണം. ഈ വ്യക്തികളോ ഈ സാഹചര്യങ്ങളോ അല്ല എൻ്റെ ജീവിതം. എനിക്ക് മുന്നോട്ടുള്ള ജീവിതം സ്വയം കണ്ടുപിടിക്കണം. അതിന് നിങ്ങൾക്ക് ഒരു ജഡ്ജ്മെൻറ്റ്. അപ്പോൾ എന്തൊക്കെ ദൈവത്തിന് നന്നായിട്ട് പ്രാർത്ഥിക്കാം, ദൈവത്തിൽ വിശ്വസിക്കുക. ആ വിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ടേക്ക് അതിശക്തമായി തന്നെ പോകുക. അപ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് സാധ്യതകൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സാധ്യത, ചിലപ്പോൾ അത് ഒരു സെലിബ്രേഷൻ വരെ കാണുന്നുണ്ട്. ചിലപ്പോൾ ഒരു വിവാഹമായിരിക്കാം, ചിലപ്പോൾ ഒരു വീടൊക്കെ ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ വീടൊക്കെ വെക്കണം, ഒരു പുതിയ ഹൗസ് വാമിങ് നടത്തണം, അല്ലെങ്കിൽ ഒരു മാരേജ്, എൻഗേജ്മെൻറ്റ്, അങ്ങനെയൊക്കെ ഒരു ജീവിതം കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഉയർച്ചയിലേക്കുള്ള യാത്രയാണ് ഇനി നിങ്ങളുടേത്. ആ യാത്രയിൽ എത്തണമെങ്കിൽ നിങ്ങളിലുള്ള ഈ നെഗറ്റീവായ സാഹചര്യം ഒഴിവാക്കണം. നിങ്ങൾ പലപ്പോഴായി ചിന്തിക്കുന്നുണ്ടാവും, നിങ്ങളുടെ കഴിവ്, ഈശ്വരവിശ്വാസം, മറ്റുള്ളവരെ സഹായിക്കുന്നതിനുള്ള ആഗ്രഹം, ഇതൊക്കെ ഉണ്ടായിട്ട് ഇപ്പോഴും നിങ്ങൾക്ക് മാത്രം എന്താ ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് എന്ന് പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പം അതിന് കാരണം ദൈവം പല കാര്യങ്ങൾ കൊണ്ട് തന്നിട്ട് നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. അപ്പോൾ മറ്റുള്ള വ്യക്തികൾ ഇപ്പോൾ നിങ്ങളെക്കാട്ടും കുറച്ച് ഇത്രയും നിങ്ങളെ ഉപദ്രവിക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടാവും. അവരൊക്കെ നല്ല ജീവിതം ജീവിക്കുന്നത് കാണുമ്പോൾ എന്താണ് എനിക്ക് മാത്രം എന്ന് ഇങ്ങനെ ചിന്തിക്കാറുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ എല്ലാം പുറകിൽ ഓരോ വ്യക്തിക്കും ഒരു ജീവിത ലക്ഷ്യം ഉള്ളതായിട്ടാണ് ദൈവം ആ രീതിയിലാണ് ഓരോ മനുഷ്യനെയും സൃഷ്ടിക്കുന്നത്. നമുക്കുണ്ടാകുന്ന ഓരോ ദുഃഖങ്ങളും നമ്മളെ തന്നെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും വേണ്ടിയാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മളിലേക്ക് തന്നിട്ട് പിന്നെ പല കാര്യങ്ങളും എടുത്തു കളയുന്നത്. അപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ചും തിരിച്ചറിഞ്ഞ് പോരാടി ജീവിക്കാൻ വേണ്ടിയാണ് ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ഒരു അടിസ്ഥാന സത്യം നമ്മൾ മനസ്സിലാക്കുക എന്ന ലക്ഷ്യം കൂടെ ഈശ്വരനുണ്ട്. ദൈവം നമ്മളിൽ എത്രത്തോളം സത്യസന്ധതയിൽ, നമ്മളിൽ എത്രത്തോളം ആത്മാർത്ഥതയുള്ള വ്യക്തികളാണ്. അപ്പോൾ ഇതൊക്കെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ സ്വഭാവത്തെ മനസ്സിലാക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ദൈവം നമ്മളിൽ പലതും തന്ന് പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പോരാട്ടം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനും വേണ്ടി ദൈവത്തിലേക്ക് എത്താനും വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള നെഗറ്റീവായ സാഹചര്യം നിങ്ങൾ ഏത് തരത്തിലാണ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അത് പല പരീക്ഷണങ്ങളായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിനെ മറികടക്കുക. ഇത്തരം പോരാട്ടങ്ങളിൽ നിന്ന് അതിശക്തമായി തന്നെ മറികടന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള ഒരു വിജയമാണ്, ഒരു ജീവിത ലക്ഷ്യമായിട്ടാണ് കാണുന്നത്, അതൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് എല്ലാം മറന്ന് സന്തോഷപൂർണ്ണമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക. ബൈ.